പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്രിസ് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള തോന്നൽ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. ഇതേ തുടർന്ന് ബലരാമൻ തന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. കൃഷിനെ സൂക്ഷിക്കണം. എന്തൊക്കെയോ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കൃഷും അതുപോലെ തന്നെ കൃഷിന്റെ കൂടെയുള്ളവരും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ കാര്യങ്ങൾ അറിയാതെ മുന്നിലേക്ക് പോയാൽ തിരിച്ചടിയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്ലാനിങ്ങുകൾ വളരെ കൃത്യമായി നടപ്പിലാക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യണം. ഇതേ തുടർന്നാണ് ബലരാമൻ സാഗറിനെ കാണുന്നതിനായി ചെല്ലുന്നത്. ഇതോടെ സാഗർ, ഓ നീ വന്നോ? നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മോനെ. അല്ല, അച്ഛൻ വിളിച്ചതല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരാതിരിക്കാൻ സാധിക്കുക? അച്ഛനൊരു ആഗ്രഹം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ കൂടി ചുമതലയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അച്ഛാ പറയൂ, എന്താണ് വിശേഷം? പെട്ടെന്ന് എന്നെ വിളിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. അല്ല, കൃഷിനെ പറ്റി നിന് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ബലരാമ? ഇല്ല. എന്തു പറ്റി? കൃഷിന് എന്തു പറ്റി? കൃപയ്ക്കും ഇപ്പോൾ അസുഖമെല്ലാം ഭേദമായി കാണുമല്ലോ. ആ ഒരു വാർത്ത അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത്. അവളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണം. അതിപ്പോൾ എൻ്റെ കൂടി ആവശ്യമാണ്. ഞാൻ അത്രയധികം അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. ഇതോടെ, അല്ല ബലരാമ, നീ നിന്റെ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയുമൊന്നും കാര്യമായി പറഞ്ഞില്ലല്ലോ. അവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എന്താണ് അവരുടെ പേര്? ഇത് കേൾക്കുന്ന ബലരാമൻ ഇതൊക്കെ ചോദിക്കുമെന്ന് അറിയാം എന്ന് മനസ്സിലാക്കി തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാഗറിനെയും സുജയെയും പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത നീക്കം ആരംഭിക്കുകയായി. എൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ഇവിടെ ഇല്ല. അവർ എന്നിൽ നിന്ന് അകന്നാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ അമ്മയായും അച്ഛനായും കാണുന്നത് നിങ്ങളെയാണ്. ആ കാര്യം ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്തായാലും ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയെ കൂട്ടി ഇവിടേക്ക് വരാം. എല്ലാവർക്കും സൗഹൃദം പുതുക്കാമല്ലോ. അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ കൃപയെ ഒന്ന് കാണട്ടെ. കൃപയുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ വീട്ടിൽ സന്തോഷം വീണ്ടും തിരിച്ചു വരികയാണല്ലോ. അത് തന്നെ എന്നെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതോടെ സാഗർ, നീ ഈ വീട്ടിലെ മൂത്ത മകനാണ്. ആ കാര്യം നീ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്ത് ആവശ്യമുണ്ട് എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഈ വീടിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നു കിടക്കുകയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങൾ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ ബലരാമ? ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ, കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി അറിയാമെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇതേ സമയം കൃഷ് അവിടേക്ക് വരികയാണ്. ഇതോടെ കൃഷ് ബലരാമനെ ഒന്ന് പരുഷമായി നോക്കുന്നു. കൃഷിന്റെ നോട്ടത്തിലെ പന്തികേട് മനസ്സിലാകുന്നുണ്ട് എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാൻ തയ്യാറാകാതെ ബലരാമൻ ചിരിച്ചു കാണിക്കുകയാണ്. കൃഷ്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുഖമല്ലേ? ഇതോടെ കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എങ്കിലും കൃഷ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും അധികം വൈകാതെ തന്നെ ശരിയാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. ബലരാമനും ഇവിടെ തന്നെ കാണും അല്ലേ? നമുക്ക് കാണണം എന്തായാലും. ഇതോടെ കൃഷ് മനസ്സിൽ എന്തൊക്കെയോ കരുതിയിട്ട് തന്നെയാണ് ഈ പുറപ്പാട് നടത്തുന്നത് എന്നുള്ള കാര്യം ബലരാമൻ മനസ്സിലാക്കുന്നു. ഇതോടെ
ക്ലിയെ എത്രയും പെട്ടെന്ന് തന്നെ നാടുകടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇതേ തുടർന്നാണ് ക്ലി നാടുവിടാൻ പോവുകയാണ് എന്നുള്ള കാര്യം ക്രിഷ് അറിയാൻ ഇടയാകുന്നത്. ഇതോടെ ക്രിഷിന്റെ കൂട്ടുകാരനും എന്തൊക്കെ സംഭവിച്ചാലും ക്ലിയെ രക്ഷപ്പെടാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്ന് നീക്കങ്ങൾ ആരംഭിക്കുകയും ഒടുവിൽ ക്ലിയെ പിടികൂടുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.